ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയാൻ ശാലിനിയുടെ ഭാഗത്ത് നിന്ന് ഇതൊക്കെ എന്നറിയാൻ പറ്റും എന്നുള്ളത് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് അങ്ങനെ വിഷ്ണു തന്നെ ആദ്യമായി മുൻകൈയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സത്യത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടി വിഷ്ണുവിൻ്റെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽ റിവ്യൂ അറിയുന്നതിന് മുന്നേ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിഷ്ണു എന്താണ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അപ്പോൾ വിഷ്ണു ആലോചിക്കുവാണ്, ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ ശരിയാകത്തില്ല. ശാലിനി ആർക്കോ വേണ്ടിയിട്ടാണ് ഈ സത്യങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നൊന്നും ഇപ്പോഴൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയാൽ ഈ കാർത്തിക എന്നൊരു ഇത്തൽ കണ്ണി എൻ്റെ ജീവിതത്തിൽ പറ്റി പിടിച്ച് തൂങ്ങിക്കിടക്കുമെന്നല്ലാതെ ഇവളെ പറിച്ചു മാറ്റാൻ എനിക്ക് പറ്റത്തില്ല. എത്രയും വേഗം സത്യങ്ങൾ കണ്ടെത്തി ശാലിനി ഇവിടെ തൽക്കാലം നിൽക്കുന്ന ശാലിനി ഇവിടെ സ്ഥിരം നിർത്തുന്ന രീതിയിലാക്കണം. അതിനോടൊപ്പം തന്നെ സത്യമോൾ എൻ്റെ മകളാണെങ്കിൽ ആ സത്യം അമ്മയുടെ മുന്നിൽ തുറന്നു തന്നെ വിളിച്ച് പറഞ്ഞ് അന്തസ്സോടുകൂടി എൻ്റെ ഭാര്യ എൻ്റെ മകളുമൊത്ത് ഈ വീട്ടിൽ തന്നെ എനിക്ക് ജീവിക്കണമെന്ന് വിഷ്ണുവിൻ്റെ തീരുമാനമാണ് ഇനി പ്രധാനമായി നടക്കുന്നത്. ചിന്തിക്കുക, പക്ഷേ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കും? ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പോംവഴി വേണമല്ലോ ദൈവമേ. എങ്ങനെയാണ് ഈ സത്യങ്ങൾ കണ്ടെത്താൻ പറ്റുന്നത്? വിഷ്ണു ആലോചിക്കുമ്പോഴാണ് കറക്റ്റ് ആ സമയത്ത് ബുദ്ധി ഉദിക്കാനായിട്ട് എന്തെങ്കിലും ഒരു സൂചന ദൈവം കാണിച്ചു കൊടുക്കുന്ന പോലെ തന്നെ നമ്മുടെ പപ്പിമോള് മുന്നിലേക്ക് വരിക. വിഷ്ണു അച്ഛൻ ഇവിടെ ഇരിക്കുമെന്നു ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുവാന്നറിയാവോ? എന്താ പപ്പിമോള് എന്നെ അന്വേഷിച്ചിറങ്ങിയത്? ഭയങ്കര ബോറടിക്കുമല്ലേ വിഷ്ണു അച്ഛ ഇവിടെ ഇരുന്നിട്ട്? അതെന്താ ഇന്ന് സ്കൂളില്ലായിരുന്നു? അയ്യേ, ഇന്ന് എങ്ങനെ സ്കൂളാണ്? ഇന്ന് ഞങ്ങൾക്ക് ഹോളിഡേയ്സ് അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് ബോറടിച്ചിരിക്കുമല്ലേ എന്നൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് പറയുമ്പോൾ വിഷ്ണു മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ മറന്ന് വിഷ്ണുവിൻ്റെ മനസ്സിൽ ഓടി വന്ന കാര്യം ശാലിനി പറഞ്ഞ വാക്കാണ്. ശാലിനി പറഞ്ഞില്ലേ, സത്യാമ്മയുടെ മുന്നിൽ വെച്ച് അമ്പലത്തിൽ വെച്ചും പറഞ്ഞു, അതുപോലെ വീട്ടുമുറ്റത്തും പറഞ്ഞ ഒറ്റൊരു കാര്യം, സത്യമോൾ ഈ വീട്ടിലെ ചോരയാണ് സത്യാമ്മ, ഈ വീട്ടിലെ നിങ്ങളുടെ സ്വന്തം രക്തമാണ് സത്യമോൾ എന്ന് പറഞ്ഞാൽ അപ്പം സത്യ ഈ വീട്ടിലെ ചോരയാണ്, ഈ വീട്ടിലെ കുട്ടി, ഈ വീട്ടിലെ തന്നെ രക്തമെന്ന് പറയുമ്പോൾ എൻ്റെ മകൾ എന്നല്ലേ അതിൻ്റെ അർത്ഥം. അപ്പം എൻ്റെ മകളാണ് സത്യമെങ്കിൽ അത് തെളിയിക്കാൻ ആകപ്പാടുള്ള ഏതൊരു മാർഗം ശാലിനിയുടെ വായിന്ന് സത്യം അറിയത്തില്ല. പക്ഷേ ഏറ്റവും പറ്റി എളുപ്പമുള്ള മാർഗം DNA ടെസ്റ്റ്. അത് തന്നെ കാര്യം, DNA ടെസ്റ്റ് എടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് അത് കറക്റ്റായിട്ട് സത്യമുള്ള എൻ്റെ മകളാണെന്നറിയുകയും ചെയ്യും. അതും കൂടെ കിട്ടിക്കഴിഞ്ഞ് വേണം അമ്മയുടെ മുന്നേ ആ DNA റിപ്പോർട്ട് ഇട്ട് കൊടുത്തിട്ട് എനിക്കും എൻ്റെ ശാലിക്ക് എൻ്റെ മോക്കുമായിട്ട് ഈ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കാൻ, എല്ലാ പ്രശ്നങ്ങളെ ശല്യത്തിനെ അടിച്ചൊഴിച്ചിട്ട് ജീവിക്കണം. പക്ഷേ അതിന് എന്താ മാർഗം? അപ്പോഴാണ് പപ്പിമോള് പറഞ്ഞ എന്താണ് ബോറടിച്ചിരിക്കുമോ എന്നുള്ളൊരു കാര്യം കത്തുന്നത്. അപ്പം പപ്പിമോളോട് ചോദിക്കുമോ, മോക്ക് ബോറടിക്കുന്നല്ലേ? എനിക്ക് ഇങ്ങനെ ബോറടിച്ചിരിക്കുമോ മോളെ? ഞാൻ ചിന്തിക്കുമായിരുന്നു, നമ്മളന്ന് പാനിപൂരി കഴിക്കാൻ പോയില്ലേ, അതുപോലെ ഒന്ന് പോയില്ല. അതുമല്ലാതെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാന്നറിയത്തില്ലേ? സത്യ. എനിക്കാണെങ്കിൽ മോളെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട്. അവളുമായിട്ടൊന്ന് പാനിപൂരിയൊക്കെ കഴിച്ച് എന്ത് രസമാണ്. നമുക്കൊരു പാനിപൂരിയൊക്കെ കഴിച്ച് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വന്നാലോ? എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമോ സത്യമോളെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പപ്പിമോൾ അലയ്ക്കുമോ, പാവം വിഷ്ണു അച്ഛൻ അറിയുന്നല്ലോ സത്യ സ്വന്തം മോളാന്നുള്ള കാര്യം അറിയുന്നില്ലല്ലോ. സത്യ എൻ്റെ സ്വന്തം അനിയത്തിയാണ്, പക്ഷേ എനിക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. പാവം, എന്തൊരു പാവം വിഷ്ണു അച്ഛൻ തന്നെ നമ്മുടെ പപ്പിമോൾ മനസ്സിൽ അലയ്ക്കുമോ. ശരിയാ, പക്ഷേ സത്യ വരുമോ അതറിയത്തില്ലോ. മോളൊന്ന് വിളിച്ചു നോക്ക് എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ ഫോൺ തരട്ടെ എന്നിട്ട് ഫോൺ കൊടുക്കുക വിഷ്ണു. അപ്പം ഫോൺ കൊടുക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നമ്മൾ പപ്പിമോൾ നമ്പർ ഡയൽ ചെയ്യാൻ പോകുമ്പോൾ വിഷ്ണു വയ്ക്കുമോ, അതിന് മോക്ക് സത്യമായിട്ട് നമ്പർ കാണാതറിയോ? ഞാൻ നല്ല ബുദ്ധിയുള്ള കൊച്ചല്ലേ വിഷ്ണു വെച്ചാ, പിന്നെ എനിക്ക് നമ്പർ അറിയാതിരിക്കും. അത് പറഞ്ഞ പോലെ ശരിയാണെന്നല്ല, ഞാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ സത്യമോളെ വിളിക്കുകയാണ് നമ്മൾ പപ്പിമോൾ. അപ്പം സത്യമോൾക്ക് ഈ നമ്പർ ഒട്ടും പരിചയമില്ല. അപ്പോൾ എടുത്തിട്ട് ഹലോ ഇത് ആരാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാനാ പപ്പിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇതാരാ നമ്പറാ? ഇതേ വിഷ്ണു അച്ഛൻ്റെ നമ്പരാ, നീ എന്ത് ചെയ്യുമോ? ഒന്നും പറയണ്ട, ബോറടിച്ചിരിക്കുമോ. സെയിം പെഞ്ച് ഇവിടെയും ഭയങ്കര അതുപോലെ ബോറടിച്ചിരിക്കുമോ. നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് ഒരുമിച്ച് പോയാലോ? വിഷ്ണു അച്ഛൻ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്ത് പോയി അന്ന് കഴിച്ച പോലെ പാനിപൂരിയും ഐസ്ക്രീം കഴിച്ചിട്ട് വന്നാലോ? ബിഗ് ഫ്രണ്ട് പറഞ്ഞിരുന്നു. അയ്യോ അത് എനിക്ക് വരാൻ പറ്റുമെന്ന് അറിയത്തില്ലോ. നീ ബോറടിച്ചെന്നല്ലേ പറഞ്ഞത്? ഞാനും വിഷ്ണു അച്ഛനും കൂടി ഇപ്പം അങ്ങോട്ടേക്ക് വരാം. അപ്പോഴത്തേക്കും സത്യം റെഡി ആയിട്ട് വന്നോണം കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് ഒന്നും പറയണ്ട. അപ്പോഴത്തേക്കും ലാസ്റ്റ് സത്യമോള് എന്നാൽ ശരി ഞാൻ വരാൻ എന്നിട്ട് സത്യമോൾ അവിടെ റെഡി ആവുകയാണ്. അപ്പോഴത്തേക്കും വിഷ്ണുവിന് അടിപൊളി ഹാപ്പിയായി. കാരണം എന്തായാലും എന്താണ് അടിപൊളി, ഞാൻ ഉദ്ദേശിച്ച പ്ലാൻ അതുപോലെ നടക്കാൻ പോകുന്നു. വിഷ്ണുവിന് അത്രയ്ക്ക് സന്തോഷം ഒരു ഭാഗം. ഇവിടെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ കാണിക്കുന്ന മറ്റൊരു കാര്യം, സത്യഭാമയുടെ വീട്ടിനകത്ത് നേരെ രാഘവേട്ടൻ പറയോ, നമ്മുടെ ശാലിനിയാണെങ്കിൽ കഷ്ടപ്പെട്ട് കിടന്ന് അടുക്കളയിൽ എന്തൊക്കെ കാര്യം ഉണ്ടാക്കുന്നത്. ഇതിനു മുന്നേ അവൾ തുണി കടി വീട്ടിലെ എല്ലാ പണിയും എല്ലാം അവൾ തന്നെ ചെയ്യുന്നുണ്ട്. ഇതാ പറയുന്നത്, എന്തൊക്കെ കളക്ടറാണെന്ന് എന്തൊക്കെ മജിസ്ട്രേറ്റാന്ന് പറഞ്ഞാലും അവൾ ഈ വീട്ടിലെ നല്ലൊരു മരുമകൾ തന്നെ. നീ ഒരെണ്ണത്തിന് തലയിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, അവൾക്ക് വല്ല ചുക്കിനും ചുണ്ടാമനും വല്ലത് അറിയാവോ ഭാമേ എന്ന് ചോദിക്കും.
പരിസരത്തോട് തന്നെ നേരെ കാർത്തിക അവിടെ വന്ന് പെടുവാണ്. അപ്പം കാർത്തിക കാണുമ്പോൾ മോളെ കാർത്തികേ നീ പോയി ഇതേണ്ട കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കാൻ നോക്ക്, എനിക്ക് ഇന്നൊരു പ്രത്യേക ഡിഷ് വേണോ എന്നിട്ട് നേരെ സത്യഭാമ എന്തോ ഒരു ഫുഡിൻ്റെ കാര്യം പറഞ്ഞ് അത് ഉണ്ടാക്കാനായിട്ട് പറയുവാണ്. അപ്പോഴത്തേക്കും കാർത്തിക ഓ അതെന്താ സത്യാമ്മയെ ഉണ്ടാക്കലോ ദാ കണ്ട് നോക്ക് രാഘവേട്ട, അവൾക്ക് എല്ലാ കാര്യം അറിയാം, അവൾക്ക് എന്താ ഉണ്ടാക്കേണ്ടതെന്ന് കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ പറഞ്ഞപ്പം തന്നെ അവൾക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നതിൻ്റെ അവൾ പോയത് കണ്ടില്ലേ. നേരെ ഇവൾ ചെന്നിട്ട് എന്താ ചെയ്യുന്നത്, നേരെ മധുശ്രീ വിളിച്ച് ചോദിക്കുക മധുശ്രീ എനിക്ക് ഈ പറയുന്ന ഈ ഒരു ഫുഡ് എങ്ങനെയെങ്കിലും ഒന്ന് പാർസലായിട്ട് കൊടുത്തു വിടാൻ പറ്റുമോ. അവിടെ ശാലിനി ഉണ്ടോ, ശാലിനി ഉണ്ട്, ആ ബെസ്റ്റ് ശാലിനി അവിടെ ഉള്ളപ്പോഴാന്നോടി മണ്ടി ഞാൻ നിനക്ക് കൊടുത്തു വിടുന്ന അവളുടെ കണ്ണി ചെന്ന് പെടാൻ വേണ്ടി. നിനക്ക് വിവരമില്ലേ, നീ എന്തൊരു മന്ദബുദ്ധിയാ, പിന്നെ ഞാൻ എങ്ങനെ ഉണ്ടാക്കും, സത്യാമ്മ എന്നോട് പറഞ്ഞിരിക്കുമോ, എടി യൂട്യൂബ് നോക്കി ഉണ്ടാക്കടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇവളെന്താണ് യൂട്യൂബ് നോക്കി ഇതൊക്കെ ഫുഡ് റെഡിയാക്കാൻ തയ്യാറായിട്ട് അത് തന്നെ ബുദ്ധി എന്ന് പറയുമ്പം മത്സരി ഫോൺ കണ്ടത് ചിന്തിക്കുവാണ് എന്തൊരു മണ്ടി, ലോകം കണ്ട് ഈ മണ്ടീനൊക്കെയാണെന്നല്ലേ ഇപ്പം കൂട്ടുപിടിച്ച് വെക്കേണ്ട വന്ന്. എൻ്റെ ഒരു വിധി ശാലയെ തോപ്പിക്കാൻ ഇനി കിട്ടുന്ന ഇനിയിപ്പോൾ ഏത് അലവലാതെ എന്നെങ്കിലും അവളെ ഇനി കൂട്ടുപിടിക്കാതെ എനിക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ, ആവശ്യം എൻ്റെതായി പോയില്ലേ പറഞ്ഞ മധുശ്രീ എന്താണ് മധുശ്രീയുടെ കാര്യം നോക്കുവാണ്. ഇവിടെ കാർത്തിക മധുശ്രീ കൊടുത്ത എൻകറേജ്മെൻറ്റും കൊണ്ട് ആ ഒരു മോട്ടിവേഷനൊക്കെ ആയിട്ട് നേരെ യൂട്യൂബ് നോക്കി പാചകം ചെയ്യാൻ അടുക്കളയിൽ കയറുമ്പോൾ അടുക്കളയിലാണെങ്കിൽ നമ്മുടെ ശാലിനി ഉണ്ടാകുക. ശാലിനി ആണെങ്കിൽ എന്താണ് ഈ പച്ചക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്ലൈസ് ചെയ്ത് നല്ല ഭംഗിക്ക് ഓരോന്ന് അടുക്കും ചിട്ടയോട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവൾ കയറി വരുന്നത്, ആ നീ അങ്ങോട്ടേക്ക് മാറിയേ, സത്യാമ്മ എന്നോടാണ് ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്, നിന്നോടല്ല, നീ അങ്ങ് മാറി, ഞാനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നേരെ എന്താണ് യൂട്യൂബ് ശാലിനിയുടെ മുന്നിൽ തന്നെ വെച്ച് അങ്ങ് തുറന്നു വെച്ചിട്ട് ശാലിനി അരിഞ്ഞു വെച്ച പച്ചക്കറിയും വെച്ച് ഇവളങ്ങ് പാചകം ചെയ്യാൻ നിൽക്കുമ്പോഴത്തേക്കും ശാലിനി അങ്ങ് വിട്ടു കൊടുത്തിട്ട് നോക്കുമോ ഇത് എന്ത് രസമാണ്. അപ്പം ശാലിനി കാണുന്നുണ്ട് ഇവൾ യൂട്യൂബ് നോക്കുന്ന കാണുമ്പോൾ ശാലിനി നിൽക്കുന്നുണ്ട്, ഇതെന്തായി കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവൾ പറയും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല, ഇതേ ഒരു പ്രത്യേക വെറൈറ്റിക്കകത്ത് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറഞ്ഞല്ലേ, അതുകൊണ്ടുള്ള സ്പെഷ്യൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാനുള്ള സ്പെഷ്യൽ റെസിപ്പിയായി ഈ കാണുന്നത്, അല്ലാതെ എനിക്കിതൊന്നും ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്നൊക്കെ ശാലിത്ത് പറയുമ്പോൾ ശാലിനി ഓ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നൊരു ശാലിനി ഇവൾ ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉണ്ടാക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇവൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവൾക്ക് പാചകത്തിൻ്റെ ABCD പോലും അറിയത്തില്ല എന്നുള്ള കാര്യം. ഇവൾ ആവശ്യത്തിൽ കൂടുതൽ മുളക് പൊടിയും കാര്യങ്ങളെല്ലാം ചേരുവകളൊക്കെ എക്സ്ട്രാ ആയിട്ട് തോന്നിച്ചെടുത്ത് അതൊക്കെ ഒരു കുളമായ ഒരു കറിയാക്കി വെച്ചിട്ട് എല്ലാം സാധിച്ചെടുത്തു. അടിപൊളി കറി എന്ന രീതിക്ക് അത് കളറും ഭംഗിയൊക്കെ കണ്ടിട്ട് അങ്ങ് അടച്ചു വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ അടച്ചു വെച്ചിട്ട് പോകുമ്പോഴത്തേക്കും നേരെ എന്താണ് സത്യഭാമ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുക. വെട്ടിന് മുന്നേ വിളമ്പുന്നതിന് മുന്നേ തന്നെ ഇതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കണമല്ലോ, അതിന് വേണ്ടിയാണ് സത്യാമ്മ അങ്ങോട്ട് വരുന്നത്. പിന്നെ കാണിക്കുന്ന കാര്യം എന്ന് വിഷ്ണുവും അതുപോലെ തന്നെ നമ്മുടെ പപ്പിമോളും സത്യമോളും എല്ലാം ആയിട്ട് ഒരു പാർക്കിലും ഭാഗത്തൊക്കെ പോയി ഈ പാനിപുരി കഴിക്കുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ഐസ്ക്രീം പ്രത്യേകം മേടിച്ചുകൊണ്ട് തരാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്കും സത്യമോൾക്ക് എന്താണ് ഭയങ്കര സന്തോഷം, ബിഗ് ഫ്രണ്ട് എനിക്ക് വേണ്ടി പോയി കഷ്ടപ്പെട്ട് മേടിച്ചുകൊണ്ട് വന്നതാണെന്നല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ എന്നിട്ട് ഭയങ്കര ഹാപ്പി ഇരിക്കുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ നോക്കുമോ പാവം ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുന്നത് സ്വന്തം അച്ഛനാണെന്നല്ലോ, എനിക്ക് പറയാൻ പറ്റത്തില്ലോ, ഞാൻ എന്താണ് ചേച്ചിയമ്മയ്ക്ക് സത്യം ചെയ്ത് കൊടുത്തു പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ സത്യയോട് പറഞ്ഞേനെ ഇത് നിൻ്റെ അച്ഛനാന്നുള്ള കാര്യം പറഞ്ഞു എനിക്ക് പറയാൻ പറ്റുന്നില്ലല്ലോ എന്ന് അത്രയ്ക്ക് വിഷം നമ്മുടെ പപ്പി മോക്ക്. അതുപോലെ വിഷ്ണു വന്നെങ്കിൽ മോളുടെ എന്താണ് ഭയങ്കര കെയർ ചെയ്യുമ്പോഴത്തേക്കും വിഷ്ണുവിനെ നോക്കിയിട്ട് നമ്മുടെ പപ്പി മോൾ ചിന്തിക്കുക സ്വന്തം മോളാന്ന് അറിയുന്നില്ലല്ലോ എന്ന് വിഷ്ണുവിനെ നോക്കി നമ്മുടെ പപ്പി മോൾ പറയുന്നെങ്കിൽ വിഷ്ണു മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം നീ എൻ്റെ മോളാന്നുള്ള കാര്യം വേഗം തന്നെ 4 ആൾ അറിയെ പറഞ്ഞു വേണം നിനക്ക് എൻ്റെ അത്ര രീതിക്കകത്ത് എൻ്റെ അടുത്ത് തന്നെ നിന്നെ കൊണ്ടുവന്ന് ഇരുത്താൻ എന്നൊക്കെ വിഷ്ണു മനസ്സിൽ ചിന്തിക്കുമ്പം വിഷ്ണുവിനെയും അതുപോലെ സത്യമോളെയൊക്കെ നല്ലപോലെ എന്താണ് നോക്കി നിൽക്കുകയാണ് പപ്പിമോൾ. കാരണം അവരുടെ സ്നേഹം നോക്കുകയാണ്, പാവം ഒന്നും അറിയാതെ സ്നേഹിക്കുന്നല്ലോ. ഈ സമയത്ത് വിഷ്ണുവിൻ്റെ ബുദ്ധി ഉദിക്കുന്ന ഒരു കാര്യം DNA-ക്കുള്ള കാര്യങ്ങൾ ഒപ്പിക്കാനാണ്. DNA-ക്ക് വിഷ്ണു ചിന്തിക്കുന്നത് മുടിയെടുക്കാം എന്നാണ് വിഷ്ണുവിൻ്റെ ചിന്ത. അപ്പം വിഷ്ണു എന്താണെന്നറിയ ചെയ്യുന്നത് മോളുടെ മുടിയൊന്നും ഇന്ന് മോള് ചീവിയില്ലേ, ഇതെന്താ ഈ മുടിയൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്നത്, ഇങ്ങനെയാണോ പിള്ളേർ നടക്കേണ്ടത്, മോള് മുടിയൊന്നും ചീവിട്ടില്ല, അയ്യോ അത് ചിലപ്പം കാറ്റി സംഭവിച്ചായിരിക്കും ബിഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഞാൻ ചീവി തരാം ഇങ്ങനെയൊന്നും ഇരിക്കേണ്ട. അതിൻ്റെ വിഷ്ണു നേരെ കയ്യിൽ നിന്ന് ഒരു ചീപ്പ് എടുത്തിട്ട് കുഞ്ഞിൻ്റെ മുടി എന്താണെന്നറിയോ നല്ലപോലെ അങ്ങ് ചീവി കൊടുക്കുകയാണ്. അപ്പോൾ സത്യമോളുടെ മുടി ചീവി എല്ലാം കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്ന് കുറച്ച് മുടിയുടെ സ്ട്രാൻഡുകൾ അതായത് കുറച്ച് എന്താണ് മുടിയുടെ ഇഴകളൊക്കെ ആ ചീപ്പിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പം വിഷ്ണു നോക്കിയിട്ട് ഇത് മതി ഐറ്റം കിട്ടിപ്പോയി. വിഷ്ണു എന്താണെന്നറിയ പറയുന്നത് നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തൊന്ന് പോകണം, അതിനുശേഷം നമുക്ക് നേരെ വീട്ടിൽ പോകുന്നത്. വിഷ്ണു ഇവരെയും കൊണ്ട് നേരെ എന്താണ് കാറിൽ പോവാം. അപ്പം കാറ് ഇവരെ എത്തിയിട്ട് നേരെ ഇവർക്ക് എന്താണ് ഓരോരുത്തർക്കും കയ്യിലൊരു ചോക്ലേറ്റ് കൊടുത്തിട്ട് ഈ ചോക്ലേറ്റും കഴിച്ചുകൊണ്ട് 2 ഫ്രണ്ട്സും കൂടെ ഇവിടെ ഇരിക്കുക. അപ്പോഴത്തേക്കും വിഷ്ണു വെച്ചാൽ എന്താ പോയിട്ട് ദൈവം വന്നിട്ട് വരാൻ വന്നിട്ട് വിഷ്ണു എന്താണ് അങ്ങ് DNA ടെസ്റ്റ് ചെയ്യുന്ന സെൻറ്ററിൻ്റെ മുന്നിലാണ് പോയി നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്നും കുട്ടികൾ കാണില്ല. അപ്പം നമ്മുടെ സത്യം വിളിക്കുന്നുണ്ട് ബിഗ് ഫ്രണ്ട് എവിടെ പോയതാ, അതിന് ബിഗ് ഫ്രണ്ട് അല്ലേ, അത്രയും വലിയ ആളല്ലേ, ബിഗ് ഫ്രണ്ട് പോയതുപോലെ തന്നെ തിരിച്ച് വരാൻ അറിയാം, നമുക്ക് ഇവിടെ നിന്ന് ചോക്ലേറ്റ് കഴിക്കുമ്പോഴത്തേക്ക് വരുമെന്നല്ല പറഞ്ഞു, നമുക്ക് ചോക്ലേറ്റ് കഴിക്കാൻ വന്നിട്ട് 2 പേരും പപ്പിമോളും സത്യമോളും ഒരു ഡയറി മിൽക്ക് ഓരോരുത്തരും 2 പേരും
രണ്ടുപേരും ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് വിഷ്ണു എന്താണ് ആ എടുത്ത സാമ്പിളിനൊക്കെ ഒരു കവറിനകത്ത് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിനകത്ത് ആക്കിയിട്ട് ദാ ഇത് എനിക്ക് DNA ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഇന്ന് ഒരു ഉദ്ഘാടനമൊക്കെ നടന്നൊരു സ്ഥലമാണ്. അപ്പം DNA ടെസ്റ്റിനുള്ള സാമ്പിൾ എടുത്തിട്ട് വിഷ്ണു പറഞ്ഞു കൊടുക്കുന്നുണ്ട് സത്യമോളുടെയും വിഷ്ണുവിൻ്റെയും DNA എടുക്കാനാണ്. ആ സെൻറ്ററിനകത്ത് എന്താണ് ഈ DNA സാമ്പിളായിട്ട് സത്യമോളുടെ എന്താണ് ഹെയർ സ്ട്രാൻഡ്സ് അതായത് മുടിയിഴകളുടെ സാമ്പിളും കൊടുത്തിട്ട് വിഷ്ണുവിൻ്റെ എന്താണ് ബ്ലഡ് സാമ്പിളുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നുണ്ട് സാർ ഒരു സ്വീറ്റ് എടുത്തോളൂ, ഇന്ന് ഞങ്ങൾ എന്താണ് ഇവിടുത്തെ ഇത്ര ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ വന്നിട്ട് അവർ സ്വീറ്റ്സും കൊടുത്തിട്ട് വിഷ്ണു എന്താണ് ഓക്കെ പറഞ്ഞിട്ട് സാമ്പിളൊക്കെ കൊടുത്തിട്ട് വിഷ്ണു അങ്ങ് പുറത്തിറങ്ങി കാറി കയറുമോ. അപ്പം വിഷ്ണു കാറി കയറുമ്പോൾ പിള്ളേർ വന്നു ഇത്ര പെട്ടെന്ന് വന്നോ, ആരാ പറഞ്ഞിട്ട് പോയത്, നിങ്ങൾ ചോക്ലേറ്റ് കഴിയുമ്പോഴത്തേക്ക് വരാമെന്ന് പറഞ്ഞത് ബിഗ് ഫ്രണ്ട് അല്ലേ. ബിഗ് ഫ്രണ്ട് പറഞ്ഞ വാക്ക് പാലിക്കുന്നു ഇവിടെ വിഷ്ണു പറയുന്നതാണ് കാണിക്കുന്നത്. പിന്നെ സത്യാമ്മയുടെ വീട്ടിൽ സത്യാമ്മ എന്താണ് ആ ഒരു കറി വെച്ച കറി ഉണ്ടല്ലോ, അപ്പം കറി ഒന്ന് രുചിച്ച് നോക്കുക, കാരണം രാഘവേട്ടന് കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഈ കറി എങ്ങനെയുണ്ടെന്ന് അറിയണം. അപ്പോൾ ഈ കറി നോക്കുമ്പോൾ അപ്പോഴത്തേക്ക് ഈ കറി നോക്കുന്ന എന്താണ് ആ അടുക്കളയുടെ വാതിലിൽ നിന്നുകൊണ്ട് നമ്മുടെ ഈ കാർത്തിക നോക്കിക്കൊണ്ടിരിക്കുമോ. ഇപ്പം സത്യാമ്മ എന്നെന്താണ് ഭയങ്കര പുകഴ്ത്താൻ പോയി, എൻ്റെ കറി അത്ര മനോഹരമെന്നൊക്കെ പറയും വയ്ക്കുമ്പോഴത്തേക്കും സത്യാമ്മ അത് കഴിച്ചിട്ട് സത്യാമ്മയ്ക്ക് ശബ്ദത്തിൽ വന്ന് ഓക്കാൻ വരും എന്നതിൽ ശബ്ദിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും കാർത്തിക അയ്യോ ഇനി കൺവെട്ടം നിന്നാൽ ശരിയാവത്തില്ല, എത്രയും വേഗം കൺവെട്ടെന്ന് മാറിപ്പോണം എന്നിട്ട് സത്യഭാമയുടെ മുന്നിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് കാണിക്കുന്നത്. അപ്പം സത്യഭാമ കാർത്തിക വന്ന് നിന്നതോ പോയതോ ഒന്നും കാണില്ല. സത്യാമ്മ ചിന്തിക്കുന്നത് അയ്യോ ഈ കറി രാഘവേട്ടൻ്റെ മുന്നിൽ കൊണ്ടുവച്ചാൽ എന്നെ ഇന്ന് കൂവി നാറ്റിക്കും, ഇവക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലല്ലോ ദൈവമേ, ഇവക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് ഇവിടെ ആരും അറിയാൻ പാടില്ല, പകരം ഞാൻ തന്നെ ഈ കറി വീണ്ടും ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞിട്ട് ആ ചൂടുള്ള ചട്ടിയല്ലായിരുന്നു അപ്പോൾ അതെടുത്ത് അങ്ങോട്ടേക്ക് ആ പാത്രം മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ ചൂടടിച്ച് സത്യാമ്മയുടെ കൈ അങ്ങ് ചെറിയ രീതിക്ക് അത് പൊള്ളുക. അപ്പോഴത്തേക്ക് എന്താണ് എന്നുള്ള ആ ഒരു വേദനയ്ക്കത് ഷോ എന്നങ്ങ് സത്യാമ്മ വിളിക്കുന്ന ആ ഒരു ഒച്ച കേൾക്കുമ്പോഴത്തേക്കും ശാലിനി എന്താണ് അകത്തേക്ക് ഇങ്ങനെ വരുമോ. അപ്പോൾ അയ്യോ സത്യാമ്മ എന്ത് പറ്റി ചോദിക്കുമ്പോഴത്തേക്കും സത്യാമ്മയുടെ കൈയൊക്കെ ഇങ്ങനെ എന്താണ് സത്യാമ്മ ഇങ്ങനെ കുടയുന്ന കാണുമ്പോഴത്തേക്കും ശാലിനി നേരെ ബർണോളെടുത്ത് കൊടുക്കുവാണ്. സത്യാമ്മ ഇത് പരട്ടിയാൽ മതി വേഗം തന്നെ മാറുമെന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മ അത് വേടിക്കാൻ പോലും തയ്യാറില്ല, അപ്പോഴും വാശി കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ലാസ്റ്റ് ശാലിനി എന്താണ് അതവിടെ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ട് സത്യാമ്മ പരട്ടിക്കൊന്ന് വെച്ചിട്ട് അങ്ങ് മാറി നിൽക്കുക. അപ്പം സത്യഭാമ ഇതും എടുത്തുകൊണ്ട് നേരെ എന്താണ് ഹോളി വീണ്ടും രാഘവേട്ടൻ്റെ അടുത്ത് തന്നെ പോയി അങ്ങ് ഇരിക്കുവാണ്. അപ്പോൾ രാഘവേട്ടൻ നോക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ പരട്ടിക്കൊണ്ടിരിക്കുന്നത് എന്താ കാര്യം ഒന്നും മനസ്സിലാകുന്നത്. അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ശാലി എന്താണ് അവളുണ്ടാക്കിയ ഭക്ഷണമൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് വീണ്ടും ഒന്നേന്ന് ഫുൾ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ട് വേഗത്തിൽ നിന്ന് ഷടേന്ന് തന്നെ പെട്ടെന്ന് എല്ലാം റെഡിയാക്കി എടുത്തുകൊണ്ട് പാത്രത്തിൽ ഫുഡും കൊണ്ടുവരുമോ. എന്നിട്ട് സത്യാമ്മയുടെ കൈക്കകത്ത് ഒരു സ്പൂണും വെച്ചിട്ട് കൊടുക്കുവാണ്. സത്യാമ്മ ഇവിടെ കഴിക്ക്, ഞാൻ വാരി കൊടുത്തോളം പറയുമ്പോൾ അതൊന്നും വേണ്ട. ശാലിനി കൊണ്ടുവന്ന ആ പ്ലേറ്റ് നേരെ സത്യാമ്മ കൈ പിടിച്ചിട്ട് സത്യാമ്മ ഈ കൈക്ക് വയ്യെങ്കിലും സത്യാമ്മ തന്നെ എന്താണ് രാഘവേട്ടന് എന്താണ് വാരി കൊടുക്കാൻ വേണ്ടിയിരിക്കും. അപ്പം സത്യാമ്മയുടെ കൈ വയ്യാത്തതുകൊണ്ട് രാഘവേട്ടൻ എന്തിനാ ബാമയെ വാശി, അല്ല ഞാൻ തന്നെ വാരി തന്നോളാം എന്ന് പറഞ്ഞിട്ട് നേരെ സത്യാമ്മ വാരി കൊടുക്കുന്നു. രാഘവേട്ടൻ അത് രുചിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ബാമേ ഇത് നിൻ്റെ ഈ പുതിയ മരുമോളായിട്ട് നിൽക്കുന്നവളൊന്നും ഉണ്ടാക്കിയല്ല, ഇതെൻ്റെ ശാലിനി മോൾ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ അതേ രുചിയാണ്, അല്ലെങ്കിൽ നീ ഉണ്ടാക്കിയാക്കി, നിങ്ങൾ രണ്ടുപേർക്ക് ഈ കൂട്ടാൻ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, അതേ രുചി എന്നിട്ട് നല്ല ആസ്വദിച്ച് കഴിക്കുമ്പോൾ രാഘവേട്ടൻ പറയുന്നുണ്ട് കണ്ടോ ബാമേ നിൻ്റെ കൈക്കൊന്നും ഇത് വന്നപ്പോഴത്തേക്കും നിൻ്റെ കൈ വെള്ളയെ കൊണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നത് നീ വേണ്ട എന്ന് വെക്കുന്ന നിൻ്റെ മരുമകളായിട്ടുള്ള ശാലിനിയാണ്, അവൾക്ക് നിന്നോടുള്ള സ്നേഹം നീ തലയെടുത്തുകൊണ്ട് നടക്കുന്ന ഏതൊക്കെങ്കിലും നിന്നോടുണ്ടോ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇല്ല നീ ഇന്നും സത്യം മനസ്സിലാക്കാത്ത കൊണ്ടാണ് ബാമേ, നീ നിൻ്റെ കണ്ണിനെ മനഃപൂർവ്വം അടച്ചു വെച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തതെന്ന് രാഘവട്ടെ ഇവിടെ സത്യഭാമയെ ഉപദേശിക്കും. സത്യഭാമയ്ക്ക് ഒരു ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സത്യമല്ലേ ഈ പറയുന്നതൊക്കെ സത്യഭാമ ഒരറ്റത്ത് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ DNA സാമ്പിൾ കൊടുത്തിട്ട് ഇറങ്ങുന്നതും അവിടെ വെച്ച് വിഷ്ണുവിനെ ആര് കണ്ടെന്നറിയോ, ആ സമയത്ത് തന്നെ മധുശ്രീ വിഷ്ണുവിനെ കാണും. അപ്പം മധുശ്രീ വിഷ്ണുവിനെ കണ്ടിട്ട് ഉടൻ തന്നെ ചോദിക്കുന്നത് വിഷ്ണു അങ്ങ് പുറത്തിറങ്ങാനായി കാത്തിരിക്കും. അപ്പം വിഷ്ണു പുറത്തിറങ്ങി ഉറപ്പ് വന്നതും മധുശ്രീ അവിടെ ഉള്ള ആൾക്കാരോട് ചോദിക്കുവാണ് ഇപ്പം വന്നിട്ട് പോയ ആൾ എന്തിനാണ് വന്നത്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് വന്നിട്ട് പോയ ഒരു DNA ടെസ്റ്റിന് വേണ്ടി 6 DNA ടെസ്റ്റ്. അപ്പം കറക്റ്റ് അവർ പറയുന്നുണ്ട് വിഷ്ണു സത്യ എന്ന 2 പേരുടെ പേരാണ് തന്നിരിക്കുന്നത് DNA ടെസ്റ്റിന് വേണ്ടി. അപ്പം മധുശ്രീ ചിന്തിക്കുകയാണ് സത്യ ഈ പിന്നെ അവിടെ കേട്ടല്ലോ. അപ്പം പെട്ടെന്ന് ഓർമ്മ വരുവാണ് അന്ന് ബർത്ത്ഡേ സെലിബ്രേഷന് സത്യയുടെ പേരും കൂടെ അവിടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തോ സംതിങ് ഇസ് ഫിഷി, എന്തോ ഇതിൻ്റെ പിറകിൽ ഒരു സീക്രറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, എന്താണെന്ന് അറിയണമെന്ന് വന്നിട്ട് നേരെ മധുശ്രീക്ക് അന്നേരം ചിന്ത പോകുന്നത് ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും സ്വന്തം മോളായിരിക്കും സത്യം എന്നുള്ള കാര്യമൊന്നും നമ്മുടെ മധുശ്രീക്ക് അത്ര ബുദ്ധി കത്തുന്നില്ല. മധുശ്രീ പറയുന്ന കാര്യം നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരുമ്പോൾ ആദ്യം എന്നോട് വിളിച്ച് പറയണം, എന്നിട്ട് മാത്രമേ അവരോട് പറയുള്ളൂ. അതെന്താ വേണം അങ്ങനെ ചെയ്യാം, കാരണം മധുശ്രീയുടെ വളരെ ക്ലോസ് ഫ്രണ്ടും കൂടെയാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ ആൾ. അപ്പം അത് പറഞ്ഞ് നിൽക്കുന്നതും നേരെ എന്താണ് ഇവിടെ സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയ്ക്ക് എന്താണ് ശാലിനി തന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ മനസ്സിലായി നിൽക്കുന്നതും വിഷ്ണു എന്താണ്
കയറിയ നമ്മുടെ സത്യമോൾ എന്താണ് ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുമ്പോൾ ബിഗ് ഫ്രണ്ട് അല്ല മോളെ, ഞാൻ നിൻ്റെ അച്ഛനാണ്, നീ അച്ഛൻ എന്ന് വിളിക്കുന്ന നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നെന്ന് പറയുന്നതും അതിന് നിനക്ക് അനുവാദം തരത്തക്ക രീതി ആ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിങ് വന്നോട്ടെ എന്ന് വിഷ്ണു മനസ്സിൽ ചിന്തിച്ച് സന്തോഷത്തിൽ വിഷ്ണു ഡ്രൈവ് ചെയ്യുന്നതും കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി വരാൻ പോകുന്ന എപ്പിസോഡാണ്. അത് ഒരാഴ്ചക്കകം തന്നെ മിക്കവാറും വരാനുള്ള ചാൻസ് ഉള്ള എപ്പിസോഡ്. അപ്പോൾ എല്ലാവരും കാണുമോ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.